പവർ കട്ടില്ലാത്ത 10 വർഷമെന്ന് പരസ്യങ്ങളിലും മറ്റും കുറച്ചു നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നേട്ടം കേരള സർക്കാരിനെ സംബന്ധിച്ച് ചുമ്മാതൊരു പറച്ചിലല്ല. കാലങ്ങളായി മലയാളിയുടെ ശീലമായിരുന്ന പവർ കട്ടിനെ മാറ്റി നിർത്തിയതിന് പിന്നിലെ കാരണം കൃത്യമായ പരിഷ്കാരങ്ങളാണ്. 2016 LDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന വൈദ്യുതി ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കാണാനായി എന്നതാണ് കഴിഞ്ഞ 10 വർഷത്തെ വികസന മുന്നേറ്റങ്ങളിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായം. വൈദ്യുത ഉൽപാദന, പ്രസരണ, വിതരണ മേഖലകളിൽ സമഗ്രമായ പരിഷ്കാരങ്ങളാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി കേരളം മാറി. 1,52,500 ഗുണഭോക്താക്കൾക്കാണ് വൈദ്യുതി നൽകിയത്. ഇതിൽ 1.23 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. 32,000 കുടുംബങ്ങൾ പട്ടികജാതിയിലും 17,500 കുടുംബങ്ങൾ പട്ടികവർഗത്തിലും പെട്ടവരാണ്. പ്രസരണ മേഖലയുടെ നട്ടെല്ലായ 400 kV ലൈനുകൾ പൂർത്തിയാക്കുന്നതിനായിരുന്നു സർക്കാർ ആദ്യ പരിഗണന നൽകിയത്. പുഗലൂർ മാടക്കാത്തറ HVDC ലൈൻ കൂടി സജ്ജമായതോടെ കേരളത്തിന്റെ വൈദ്യുതി ഇറക്കുമതി ശേഷിയിൽ 2,550 മെഗാവാട്ടിന്റെ വൻ കുതിപ്പുണ്ടായി. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാനായി. 10 വർഷം കൊണ്ട് 2,331 മെഗാവാട്ടിന്റെ ഉൽപാദന ശേഷി വർധന ഉണ്ടായി. വേനൽക്കാലത്ത് അധിക വൈദ്യുതി ഉപയോഗം നിറവേറ്റുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങൽ കരാറുകളിലും ഏർപ്പെട്ടു. ആഭ്യന്തര ജല വൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള ഉൽപാദനം കാര്യക്ഷമമായി ക്രമീകരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി വൈകുന്നേരങ്ങളിലെ അമിത ഉപയോഗം കുറയ്ക്കാൻ പകൽ 10% നിരക്ക് ഇളവ് നൽകി. അങ്ങനെ കാര്യക്ഷമമായി നടത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തിന് കഴിഞ്ഞ 10 വർഷമായി പവർ കട്ടില്ലാത്ത ദിനങ്ങൾ സമ്മാനിച്ചു.